നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരോട് ബന്ധപ്പെട്ട ഒരു വലിയ വാർത്തയെക്കുറിച്ചാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ UPS തിരഞ്ഞെടുത്ത ജീവനക്കാരനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. സർക്കാർ തന്നെ ഔദ്യോഗികമായി വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് NPSലേക്ക് മാറാം, അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് മാറാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവസാന തീയതി, ഇത് ആർക്കെല്ലാം ബാധകമാണ്, മാറിയാൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ എന്നിവ നമുക്ക് വിശദമായി നോക്കാം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സംവിധാനം കഴിഞ്ഞ വർഷങ്ങളിൽ പല മാറ്റങ്ങളും കണ്ടിട്ടുണ്ട്. മുൻപ് ഓൾഡ് പെൻഷൻ സ്കീം ഉണ്ടായിരുന്നു, പിന്നെ NPS അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം വന്നിരുന്നു. പിന്നെ 2024 സർക്കാർ പുതിയൊരു സംവിധാനം കൊണ്ടുവരുന്നു, UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം. ഇപ്പോൾ പലർക്കും UPS തിരഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാൽ എല്ലാവർക്കും ഒരേപോലെ അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയവരും ഉണ്ടാവാം. അതിനാൽ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ സർക്കുലർ പ്രകാരം UPS വിട്ട് NPSലേക്ക് മാറാൻ അവസരം ലഭിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 25, 2025 പുറത്തിറക്കിയ ഈ വിജ്ഞാപനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവസാന തീയതി വരുന്നത് 2025 സെപ്റ്റംബർ 30 വരെയാണ്. അതുപോലെ തന്നെ ഇത് ഒരിക്കൽ മാത്രമായിട്ടുള്ളൊരു ഓപ്ഷനാണ്. മാറിയാൽ പിന്നെ UPSലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇതിൽ ആർക്കെല്ലാം ബാധകമെന്ന് നോക്കാം. UPS തിരഞ്ഞെടുത്ത കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരിക്കും. അതുപോലെ തന്നെ വിരമിക്കൽ 1 വർഷം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. സ്വമേധയാ വിരമിക്കൽ ചെയ്യുന്നവർക്ക് വിരമിക്കലിന് 3 മാസം മുൻപ് വരെ മാറാം. അച്ചടക്ക നടപടി ഇല്ലാത്തവർക്ക്, അതായത് നിർബന്ധിത വിരമിക്കൽ, പിരിച്ചുവിടൽ, പുറത്താക്കൽ തുടങ്ങിയ സാഹചര്യത്തിലുള്ളവർക്ക് ഈ അവസരം ഉപയോഗിക്കാനാവില്ല. ഇപ്പോൾ പലർക്കും ഒരു സംശയം വരും, UPSൽ നിന്ന് NPSലേക്ക് എങ്ങനെ മാറിയാൽ എനിക്ക് എന്താണ് കിട്ടുക എന്നുള്ളത്. ഇതിൽ ഉറപ്പായ പെൻഷൻ അവർ വാഗ്ദാനം ചെയ്യുന്നത് ബേസിക് പേ, അതുപോലെ DA അടിസ്ഥാനമാക്കി കണക്കാക്കപ്പെടുന്ന പെൻഷനാണിത്. സർക്കാർ ജീവനക്കാർക്ക് സുരക്ഷിതവും പ്രെഡിക്റ്റബിളും ആയിട്ടുള്ളൊരു പെൻഷനാണ്. NPS അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം ജീവനക്കാർ മന്ത്ലി സംഭാവന ചെയ്യണം, അതായത് സർക്കാരിന് 4% അധിക സംഭാവന നൽകും. വിരമിക്കുമ്പോൾ പെൻഷൻ നിക്ഷേപിച്ച ഫണ്ടിൻ്റെ വളർച്ച അനുസരിച്ച് ലഭിക്കും. ചിലപ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടാം, പക്ഷെ അത് മാർക്കറ്റ് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും. അതിനാൽ സ്ഥിരത, സുരക്ഷിതം വേണമെങ്കിൽ UPS, ഫ്ലെക്സിബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് വേണമെങ്കിൽ NPS. അങ്ങനെയാണ് വരുന്നത്. സർക്കാർ പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് 2025 ജൂലൈ 20 വരെ 31,555 കേന്ദ്ര ജീവനക്കാരാണ് UPS തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഇനി പോലും അവസരമുണ്ട്. 2025 സെപ്റ്റംബർ 30 വരെ അവസരമുണ്ട്. അതിനുശേഷം പുതിയ ഓപ്ഷൻ ഉണ്ടാകില്ല, അതായത് തീരുമാനിക്കൽ സമയം വളരെ കുറവാണ്. അതിനാൽ സർക്കാർ ജീവനക്കാരായ നിങ്ങൾക്കിത് വളരെ നിർണായകമായ അവസരമാണ്. നിങ്ങളുടെ ഭാവി പെൻഷൻ സെക്യൂർ ചെയ്യാനോ കൂടുതൽ റിട്ടേൺസ് നേടാനോ ഏത് വഴിയാണ് നല്ലത്? ഫാമിലിയോടും ഫിനാൻഷ്യൽ അഡ്വൈസറോടും കൂടി ആലോചിക്കുക. കാരണം മാറാൻ കഴിയുന്നത് ഒറ്റത്തവണ മാത്രമാണ്. ഒന്നും ഡിലേ ചെയ്യരുത്. സെപ്റ്റംബർ 30, 2025 ഡിക്ലൈൻ ആണ്. അതുപോലെ തന്നെ സർക്കാർ നൽകിയിരിക്കുന്ന സർക്കുലർ ഡിപ്പാർട്ട്മെന്റ്സ് വഴി ജീവനക്കാർക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ സമയത്ത് സമർപ്പിക്കുക. ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏത് ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.